ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മിശിഹായിൽ പ്രിയമുള്ളവരെ, ബൈബിളിൽ വാൾ അഥവാ സോഡ് എന്ന വാക്കിൻ്റെ ഉപയോഗത്തെക്കുറിച്ചുള്ള ക്ലാസ്സിൻ്റെ 4ാമത്തെ എപ്പിസോഡിലേക്കാണ് ഞാൻ ഇന്ന് നിങ്ങളെ ക്ഷണിക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. ബൈബിളിൽ വാൾ വഞ്ചനയെ സൂചിപ്പിക്കുന്നതായി കാണാൻ സാധിക്കും. ഉദാഹരണമായിട്ട് സങ്കീർത്തനം 55:21, അവൻ്റെ സംസാരം വെണ്ണയേക്കാൾ മൃദുലമായിരുന്നു, പക്ഷേ അവൻ്റെ ഹൃദയത്തിലോ പടയൊരുക്കം. അവൻ്റെ വാക്കുകൾ എണ്ണയേക്കാൾ മയമുള്ളവ, എന്നാൽ അവ ഉറയൂരിയ വാളുകളായിരുന്നു. പ്രൈസ് ദ ലോർഡ്. അതായത് സ്നേഹിതരാൽ വഞ്ചിക്കപ്പെട്ടവൻ്റെ വിലാപമാണ് നാം ഇവിടെ കാണുക. വഞ്ചന നിറഞ്ഞ സംസാരത്തെയും വാക്കുകളെയും പുറമേ വെണ്ണ പോലെ മൃദുലവും എണ്ണയേക്കാൾ മയമുള്ളതുമെന്ന് തോന്നിപ്പിക്കുമെങ്കിലും ആ വാക്കുകളെ ഉറയൂരിയ വാൾ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇവിടെ വാൾ എന്നത് വഞ്ചനയുടെ പ്രതീകമാണ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. വീണ്ടും ബൈബിളിൽ വാൾ ദൈവത്തിൻ്റെ തുണയെ സൂചിപ്പിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം 30-ാം അധ്യായം 24-ാം തിരുവചനം, ബാബിലോൺ രാജാവിൻ്റെ കരം ഞാൻ ശക്തമാക്കും, എൻ്റെ വാൾ അവൻ്റെ കയ്യിൽ ഞാൻ ഏൽപ്പിക്കും, എന്നാൽ ഫറവോയുടെ കരങ്ങൾ ഞാൻ തകർക്കും. മാരകമായ മുറിവേറ്റവനെ പോലെ ഫറവോ അവൻ്റെ മുമ്പിൽ ഞരങ്ങും. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. അതായത് BC 587 ബാബിലോൺ ചക്രവർത്തി നബുക്കദ്നേസറിൻ്റെ ആക്രമണത്തെ തടയാൻ യൂദ ഈജിപ്തിൻ്റെ സഹായം തേടുകയായിരുന്നു. പ്രതിസന്ധികളിൽ ദൈവത്തിങ്കിലേക്ക് തിരിയുന്നതിന് പകരം യൂദ ലൗകിക ശക്തികളിലേക്ക് തിരിഞ്ഞു എന്നതിനാൽ യൂദ ശിക്ഷിക്കപ്പെട്ട് ബാബിലോൺ പ്രവാസത്തിലായി. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഫറവോൻ്റെ കരമുടിക്കുന്ന ദൈവം നബുക്കദ്നേസറിൻ്റെ കരത്തെ ശക്തിപ്പെടുത്തുന്ന വചനമാണിത്. ദൈവം കൈമാറിയ വാളുകൊണ്ടാണ് നബുക്കദ്നേസർ ഫറവോയുടെ കരം തകർക്കുന്നത്. അതായത് നബുക്കദ്നേസറിൻ്റെ ശക്തിയല്ല, പിന്നെയോ ദൈവത്തിൻ്റെ ശക്തിയാണ് ഇവിടെ പ്രകടമാകുന്നത് എന്നർത്ഥം. പ്രൈസ് ദ ലോർഡ്. ഇവിടെ വാൾ എന്നത് ദൈവത്തിൻ്റെ തുണയുടെ പ്രതീകമാണ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. വീണ്ടും നമ്മൾ വാൾ എന്നത് ദൈവവചനത്തെ സൂചിപ്പിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഹെബ്രായർക്കുള്ള ലേഖനം 4-ാം അധ്യായം 12-ാം തിരുവചനം, ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും, ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ദൈവവചനത്തിൻ്റെ ശക്തി അവർണ്ണനീയമാണ്. ആലങ്കാരികമായി പറഞ്ഞാൽ ബൈബിളിൽ അടങ്ങിയിരിക്കുന്ന സന്ദേശം മനുഷ്യൻ നിർമ്മിച്ചിട്ടുള്ള ഏതൊരു വാളിനേക്കാളും മൂർച്ചയുള്ളതാണ് എന്നർത്ഥം. പ്രൈസ് ദ ലോർഡ്. അത് സന്ധി
മജ്ജകളെ വേർപെടുത്തും വരെ തുളച്ചു ചെല്ലും. തിരുവെഴുത്ത് സത്യങ്ങൾ ഒരു വ്യക്തിയുടെ ഉള്ളിലേക്ക് തുളച്ച് ഇറങ്ങി വികാര വിചാരങ്ങളെ വിവേചിച്ച് ആ വ്യക്തിയുടെ ഉള്ളിലുള്ളത് പുറത്തു കൊണ്ടുവരും. ബൈബിളിൽ അടങ്ങിയിരിക്കുന്ന സത്യത്തിന് നമ്മിൽ വലിയ പ്രഭാവം ചെലുത്താനാകും. നമ്മുടെ വ്യക്തിത്വത്തിൽ സാരമായ മാറ്റം വരുത്താനാകും. ദൈവവചനത്തിന് ഒരു വ്യക്തിയുടെ ജീവിതത്തെ പാടെ മാറ്റിമറിക്കാനാകുമെന്നർത്ഥം. പ്രൈസ് ദ ലോർഡ്. സങ്കീർത്തനം 149 6 തിരുവചനം. അവരുടെ കണ്ടങ്ങളിൽ ദൈവത്തിൻ്റെ സ്തുതി ഉയരട്ടെ. അവർ ഇരുവായ്ത്തലയുള്ള വാളുകൾ കൈകളിൽ ഏന്തട്ടെ. ഇവിടെ ദൈവവചനത്തെയാണ് വാൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. എഫെസൂസുകാർക്കുള്ള ലേഖനം 6 17 തിരുവചനം. രക്ഷയുടെ പടത്തൊപ്പി അണിയുകയും ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാൾ എടുക്കുകയും ചെയ്യുവിൻ. ലൂക്കാ സുവിശേഷം 22 36 തിരുവചനം. അവൻ പറഞ്ഞു, എന്നാൽ ഇപ്പോൾ മടിശീലയുള്ളവൻ അതെടുക്കട്ടെ, അതുപോലെ തന്നെ ഭാണ്ഡവും. വാളില്ലാത്തവൻ സ്വന്തം കുപ്പായം വിറ്റ് വാൾ വാങ്ങട്ടെ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. യേശു ആദ്യം അപ്പസ്തോലന്മാരെ ദൈവരാജ്യം പ്രസംഗിക്കാൻ അയച്ചപ്പോൾ യാത്രയ്ക്ക് വടിയോ സഞ്ചിയോ അപ്പമോ പണമോ ഒന്നും എടുക്കരുത് എന്ന് നിർദ്ദേശിച്ചു. വീണ്ടും 72 പേരെ അയച്ചപ്പോൾ മടിശീലയോ സഞ്ചിയോ ചെരുപ്പോ കൊണ്ടുപോകരുത് എന്നും ഉപദേശിച്ചു. അതായത് മുമ്പ് അപ്പസ്തോലന്മാരെയും 72 പേരെയും അയച്ചപ്പോൾ അവർക്കൊന്നിനും കുറവുണ്ടായില്ല. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. അവർക്ക് ആതിഥ്യം നൽകാൻ, അവരെ സ്വീകരിക്കാൻ ഭവനങ്ങൾ ഉണ്ടായിരുന്നു എന്നർത്ഥം. എന്നാൽ ഇപ്പോൾ യേശുവിൻ്റെ ശത്രുക്കളുടെ സമയമാണ്. ഇപ്പോൾ അന്ധകാരത്തിൻ്റെ സമയമാണ്. അവൻ അയക്കുന്നവർക്ക്, അതായത് ശിഷ്യർക്ക്, ആരും ഭക്ഷണമോ സംരക്ഷണമോ നൽകാത്ത സമയമാണ് യേശുവിൻ്റെ സഹനകാലം. സംരക്ഷണയുടെ കാലം കഴിഞ്ഞിരിക്കുന്നതിനാൽ കരുതൽ ആവശ്യമാണ്. ക്രിസ്തു ശിഷ്യർക്ക് ഇനി സഹിക്കേണ്ടി വരുമെന്നത് തീർച്ച. സാത്താൻ്റെ ശക്തികളോട് എതിരിടേണ്ടി വരും. അതിനാൽ അവർ തങ്ങൾക്ക് സംരക്ഷണം നൽകുന്നതായ പുറംകൊപ്പായം വിറ്റ് വാൾ വാങ്ങാൻ യേശു ഉപദേശിക്കുകയാണിവിടെ. പ്രൈസ് ദ ലോർഡ്. വാൾ വാങ്ങുക എന്ന ഉപദേശം അക്ഷരാർത്ഥത്തിൽ എടുക്കാനുള്ളതല്ല. പിന്നെയോ യേശു സായുധ വിപ്ലവത്തിന് ഒരിക്കലും ആഹ്വാനം നൽകുകയില്ല എന്ന് നമുക്കറിയാം. എന്നാൽ സഭയ്ക്ക് എന്നും എതിർപ്പ് അഭിമുഖീകരിക്കേണ്ടി വരും. അതിനാൽ നിരന്തരം കരുതലോടെ ഇരിക്കണം. സാത്താൻ്റെ കുടിലതന്ത്രങ്ങളെ എതിർത്ത് നിൽക്കാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ എന്ന സൂചനയാണ് ഇവിടെ യേശു നൽകുന്നത്. ഈ ആയുധങ്ങളാണ് എഫെസൂസുകാർക്കുള്ള ലേഖനം 6 10 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങളിൽ നാം കാണുക. ഏതൊക്കെയാണവ? 1. സത്യത്തിൻ്റെ അരപ്പട്ട. 2. നീതിയുടെ കവചം. 3. സമാധാനത്തിൻ്റെ സുവിശേഷം. 4. വിശ്വാസത്തിൻ്റെ പരിച. 5. രക്ഷയുടെ പടത്തൊപ്പി. 6. ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാൾ. മിശിഹായിൽ പ്രിയമുള്ളവരെ, മരുഭൂമിയിലെ പരീക്ഷയിൽ യേശു പിശാചിനെ ദൈവവചനമാകുന്ന വാൾ ഉപയോഗിച്ച് പരാജയപ്പെടുത്തിയ അനുഭവമാണ് ഇവിടെ നാം സ്മരിക്കേണ്ടത് എന്നർത്ഥം. ഈ വചനങ്ങളിലെല്ലാം വാൾ എന്നത് ദൈവവചനത്തിൻ്റെ പ്രതീകമാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ശേഷം അടുത്ത എപ്പിസോഡിൽ
പ്രൈസ് ദ ലോർഡ്.